ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് നമ്പർ 3. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്വർണ്ണക്കൊള്ള ബിഗ് ബ്രേക്കിംഗ് 3. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം മാറ്റാൻ തീരുമാനിച്ചത് UDFന്റെ ഭരണകാലത്ത്. കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചത് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2014 MP ഗോവിന്ദൻ നായരുടെ ഭരണസമിതി കൊടിമരം മാറ്റാൻ തീരുമാനിച്ചത്. രേഖകൾ റിപ്പോർട്ടിന് 2017 പ്രയാറിന്റെ ഭരണസമിതിയാണ് തീരുമാനം നടപ്പിലാക്കിയത്. തീരുമാനമെടുക്കുന്നത് 2014 MP ഗോവിന്ദൻ നായരുടെ UDFന്റെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം 2017 UDFന്റെ തന്നെ പ്രയാർ പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലെ ഭരണസമിതിയാണ് അത് നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തത്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും K രാഘവനുമായിരുന്നു പ്രയാറിന്റെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്. MP ഗോവിന്ദൻ നായരാവട്ടെ 2014 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു. രണ്ടും UDF ഭരണകാലത്ത് തീരുമാനിച്ചതും നടപ്പാക്കിയതും UDFന്റെ ഭരണകാലത്ത്. കൊടിമരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഈ രണ്ട് ദേവസ്വം ബോർഡുകൾക്കുമായിരിക്കും. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, കൊടിമരത്തിന്റെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്നു. വാജിവാഹന കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ആക്ഷേപമുണ്ട്. കൊടിമരം കോൺക്രീറ്റ് ആണെന്നിരിക്കെ ചിതലരിച്ചു എന്ന ദേവപ്രശ്നമുണ്ടാക്കി പെയിന്റ് അടിച്ചു എന്ന കാരണം പറഞ്ഞ് കൊടിമര ധ്വജപ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ നടത്തി. അതിന്റെ പേരിൽ കോടികൾ പിരിച്ചു. ഇതിനൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല, രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന തെളിവുകൾ UDFന്റെ ഭരണകാലത്താണ്, അഥവാ UDF ദേവസ്വം ബോർഡുള്ള കാലത്താണ് ഈ കൊടിമരം മാറ്റാൻ തീരുമാനമെടുക്കുന്നതും പിന്നീട് അത് നടപ്പിലാക്കുന്നതും എന്നാണോ TV പ്രസാദ്? അത് തന്നെയാണ് അരുൺ. നമുക്കറിയാവുന്നതുപോലെ LDFന്റെ ഭരണകാലത്താണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും ഉൾപ്പെടെയുള്ള വലിയ സ്വർണ്ണക്കൊള്ള നടന്നത് എങ്കിൽ, അതായത് CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം പ്രസിഡന്റുമായ A. പത്മകുമാർ, CPIMന്റെ നേതാവും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N. വാസു അടക്കമുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ CPMനും LDFനും ആശ്വാസമായ ഒരു വാർത്ത കൊടിമരത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് അരുൺ. അതായത് UDFന്റെ ഭരണകാലത്താണ് കൊടിമരത്തിൻ്റെത് പൂർണ്ണമായും നടന്നിട്ടുള്ളത് എന്നതാണ്. 2011 മുതൽ 16 വരെ സർക്കാർ ഭരിക്കുന്നത് അത് UDF ആയിരുന്നു. അതുകൂടാതെ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ഭാരവാഹികളും അത് UDF നിയോഗിച്ചവരായിരുന്നു. മാത്രവുമല്ല 2014 ജൂൺ മാസം 18 ദേവപ്രശ്നത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുന്നത്. അത് നടപ്പിലാക്കുന്നതും UDF നിയോഗിച്ച ഭരണകാലത്ത് തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലത്ത് ഗോവിന്ദൻ നായരുടെ കാലത്ത് തീരുമാനമെടുക്കുന്നു. അത് സ്ഥാപിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ് എന്നുള്ളതാണ്. 2014 ജൂൺ മാസം 18-ാം തീയതി ഉള്ള ദേവപ്രശ്നത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അരുൺ. അതായത് കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്, ജീർണതാ ലക്ഷണവുമുണ്ട്. ആകയാൽ പൂർണ്ണമായും ഉത്തമമായ തടി കൊണ്ടുള്ള നൂതന ധ്വജം പ്രതിഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഈ പറയുന്ന ദേവപ്രശ്നത്തിലുള്ളത്. അതായത് ജീർണത കണ്ടിട്ടുണ്ട്, ഒപ്പം ലേപനക്രിയ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. പക്ഷേ അതിലുള്ള ഒരു കാര്യം, കൊടിമരം പൊളിച്ചു മാറ്റുമ്പോൾ ഇതൊന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു വസ്തുത വേറെയാണ്. പക്ഷെ സംഭവിച്ചതോ പുരാതന മൂല്യമുള്ള കോടികളുടെ വിലയുണ്ട് എന്ന് കരുതുന്ന വാജിവാഹനം പഴയതിൽ നിന്ന് മാറ്റുന്നു. അഷ്ടദിക്പാലകരെ അവിടെ നിന്ന് മാറ്റുന്നു. ആ അഷ്ടദിക്പാലകർ എവിടെയെന്ന് ആരും കാണുന്നില്ല. ഏറ്റവും അവസാനം SIT പരിശോധനയിൽ പെയിന്റ് അടിച്ച രൂപത്തിൽ ഒരു പൊതിഞ്ഞ രീതിയിലുള്ള അഷ്ടദിക്പാലകരെ സ്ട്രോങ് റൂമിൽ നിന്ന് കിട്ടുന്നു എന്നാണ് അറിയുന്നത്. പിന്നീട് അരുൺ, ആ കൊടിമരത്തിന്റെ പൂർണ്ണമായ പറകൾ 970കളിൽ അത് സ്ഥാപിക്കുന്ന സമയത്ത് സ്വർണം പൊതിഞ്ഞ പറകൾ, ആ പറകൾ പൂർണ്ണമായും പുതിയ സ്വർണത്തിലേക്ക് മാറ്റുന്നു. 3.2 കോടി രൂപ ഫിനിക്സ് ഗ്രൂപ്പ് കൊടുത്ത് സ്പോൺസർ ചെയ്ത കൊടിമരം അത് കൂടാതെ ഇഷ്ടം പോലെ സ്വർണം പിരിവ് നടത്തുന്നു, പണപ്പിരിവ് നടത്തുന്നു. അതിൻ്റെ ഒരു കണക്കും എവിടെയുമില്ല. ഇത് തുടങ്ങിയത് 2014-ലാണ്, ഇത് സ്ഥാപിക്കുന്നത് 2017-ലാണ്. അരുണ് പറഞ്ഞതുപോലെ ഇതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് UDF നേതൃത്വം നൽകുന്ന ഭരണസമിതികളാണ്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും പാളികൾ കൊണ്ടുപോയത് LDF സർക്കാർ നിയോഗിച്ച പത്മകുമാറും വാസുവും പോറ്റിയും ചേർന്നുള്ള സംഘമാണെങ്കിൽ കൊടിമരത്തിൽ നിന്ന് എത്രയേറെ അളവില്ലാത്ത ഒരു അഴിമതി അതിൽ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാവുകയാണ്.
വലിയ തട്ടിപ്പതിൽ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാവുകയാണ്. അതിൽ പൂർണ്ണമായി നേതൃത്വം നൽകിയത് ഒരു കാരണവും പ്രത്യേകിച്ചില്ലാതെ ആ കൊടിമരം മാറ്റിയതിന് പിന്നിൽ അന്നത്തെ UDF നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ല എന്നുള്ളതാണ്. അത് വേറൊരു സംവിധാനമായി അവിടെ പ്രവർത്തിക്കുന്നു. വന്നവർ കക്കുന്നു പോകുന്നു എന്നുള്ളതാണ് ശബരിമലയിലെ കാര്യം. അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നു തന്നെ റിപ്പോർട്ടർ പുറത്തുവിട്ടത് 3 പ്രധാനപ്പെട്ട ബ്രേക്കുകളാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരമാണ് ഇപ്പോൾ TV പ്രസാദ് പുറത്തുവിട്ടിരിക്കുന്നത്. ദേവപ്രശ്നം, തേങ്ങാക്കൊല, ഈ കൊള്ള മൊത്തം നടത്തിയത് ഈ ദേവപ്രശ്നത്തിന് ശേഷമാണ്. തമാശ എന്തെന്ന് വെച്ചാൽ ദേവപ്രശ്നത്തിന് വേണ്ടുന്ന തന്ത്രസമുച്ചയം എഴുതുന്ന സമയത്ത് കോൺക്രീറ്റിനെ കുറിച്ച് വലിയ പിടിയൊന്നും. അന്നത്തെ കാലത്ത് മരം എന്ന് പറഞ്ഞാണല്ലോ കൊടിമരം ഉണ്ടാവുക. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഈ ചിതലരിച്ചതും അതിലെ ജീർണതകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക.